പഞ്ചായത്ത് ഇനി പോകുന്നത് തൃശൂർ ജില്ലയിലെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. ചരിത്ര പ്രാധാന്യമുള്ള ടൂറിസം മേഖലയ്ക്ക് അനന്ത സാധ്യതയുള്ള നെൽപ്പാടങ്ങളാൽ സമ്പന്നമായ ഒരു പഞ്ചായത്താണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത്. കാർഷിക മേഖലയ്ക്ക് പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്ന പഞ്ചായത്തിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ സമഗ്ര മേഖലയിലെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ്. വികസന നേട്ടങ്ങൾ പങ്കുവയ്ക്കാൻ പ്രസിഡന്റ് മീന സാജനാണ് നമ്മളോടൊപ്പമുള്ളത്. നമസ്കാരം ശ്രീമതി മീന. നമസ്കാരം. 50 മാസം പൂർത്തിയാക്കുമ്പോൾ 50 പദ്ധതികളുടെ 50 ഉദ്ഘാടനം. ഈ അഭിമാന നിമിഷത്തെ എങ്ങനെയാണ് നമ്മളോട് പങ്കുവെക്കാനാവുക? കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണസമിതി അധികാരത്തിൽ കയറി 50 മാസങ്ങൾ പിന്നിടുമ്പോൾ 50 മാസങ്ങൾ പിന്നിടുന്ന സന്തോഷം, ജനങ്ങൾ ഞങ്ങളിൽ ഏൽപ്പിച്ച ഈ ചുമതല നിർവഹിച്ചതിന്റെ സന്തോഷം ഒരു റൂമിലിരുന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കാതെ ജനങ്ങളിലേക്ക് പലവിധം പദ്ധതികൾ, ജനോപകരമായ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ആഘോഷിക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് 50 വ്യത്യസ്തമായ പദ്ധതികൾ, 200-ൽ കൂടുതൽ പദ്ധതികൾ ഒരു വർഷം തന്നെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു പോകുന്നുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത 50 വ്യത്യസ്തമായ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 50 പദ്ധതികൾ 50 ഉദ്ഘാടനങ്ങൾ എന്ന പേരിൽ ഈ ഭരണസമിതി ഈ ഒരു സന്തോഷം ജനങ്ങളുമായി പങ്കിടുകയാണ്. അതിനോടൊപ്പം തന്നെ സമയബന്ധിതമായ പദ്ധതികൾ പൂർത്തീകരിക്കുവാനും ജനങ്ങളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ എത്തിക്കാനും സമയബന്ധിതമായി തന്നെ ചെയ്തു തീർക്കാനും ഈ ഒരു 50 പദ്ധതി 50 ഉദ്ഘാടനം എന്നുള്ള ഈ പരിപാടി കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു. ആ ഒരു സന്തോഷത്തിലാണ് ഈ ഭരണസമിതി ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കുന്നതിൽ, ജനങ്ങളിലേക്ക് സേവനങ്ങൾ എത്തിക്കുന്നതിലാണ് കടങ്ങോട് പഞ്ചായത്ത് ഏറെ അഭിനന്ദനം അർഹിക്കുന്നത്. തുടർന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആ പദ്ധതികളെ കുറിച്ച്, എങ്ങനെയൊക്കെയാണ് ഈ പദ്ധതികൾ നിർവഹിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്ന് പറയാം. വ്യത്യസ്തമായ 50 പദ്ധതികളാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. നമുക്ക് ഭരണസമിതി വന്നതിന് ശേഷം ഉള്ള ഓരോ മേഖലയിലുമുള്ള വികസന നേട്ടങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്കത് അറിയാവുന്നതാണ്. ഓരോ മേഖല തന്നെ എടുത്ത് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്കറിയാം, ഇവിടെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുള്ള ഒരു സ്ഥലമാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത്. ഏകദേശം 500 ഹെക്ടറോളം മുണ്ടകനും 200 ഹെക്ടറോളം വിരിപ്പും ചെയ്യുന്ന ഒരുപാട് പാടശേഖരങ്ങളുള്ള 18 പാടശേഖരങ്ങളുള്ള തരിശുരഹിതമായ പഞ്ചായത്താണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത്. ഏകദേശം 1 കോടിയോളം രൂപയുടെ അടുത്ത് തന്നെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ കർഷകർക്കായി മാറ്റിവെക്കുന്നുമുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നുമുണ്ട്. വിത്ത് മുഴുവൻ സൗജന്യമായാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. 42 രൂപയുടെ വിത്ത് പഞ്ചായത്ത് വാങ്ങി സൗജന്യമായാണ് കർഷകർക്ക് അത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ അവർക്ക് ഹെക്ടറിനനുസരിച്ച് കൂലിച്ചെലവും പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്. വിത്ത്, കൂലിച്ചെലവ്, വളം, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ അങ്ങനെ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിക്കായാലും മറ്റു വിളകൾക്കായാലും പൂക്കൃഷിക്കായാലും ഔഷധ കൃഷിക്കായാലും അങ്ങനെ ഏത് വിളകൾക്കും കൊടുക്കാവുന്ന രീതിയിലുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരണം ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ കൃഷിക്ക് വിത്തും വളവും ഉള്ളതിനേക്കാൾ കൂടുതലായി പാടശേഖരങ്ങളിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് കൃഷി ലാഭകരമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രാക്ടർ റാമ്പുകള്, അതുപോലെ തന്നെ പാലങ്ങള്, കർഷകർ ആവശ്യപ്പെടുന്ന എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം കൂടി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു 20 ലക്ഷത്തിന്റെ പദ്ധതി നമ്മൾ അങ്ങനെ ആവിഷ്കരിച്ച് ചെയ്തു പോയി. ഒപ്പം തന്നെ ഒരു 3 കോടിയുടെ നഗരസഞ്ചയ പദ്ധതി. കാരണം നമുക്കറിയാം, ഇവിടെ പാടത്തൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമാണ് കൃഷി ചെയ്യാൻ സൗകര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു മല്ലങ്കാവ് എന്ന് പറഞ്ഞ ഒരു മല്ലക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം വരുന്ന ഒരു ഉറവയുണ്ട്. അവിടെ നിന്ന് വെള്ളം വന്ന് ചെക്ക് ഡാം കെട്ടി സംരക്ഷിച്ച് തോടുകളിൽ കൂടി ഒരു 8 ഷട്ടർ ഇട്ട് സംഭരിച്ച് ജനങ്ങളിലേക്ക് നെൽകൃഷിക്കും ഒപ്പം തന്നെ അതിനുശേഷം പച്ചക്കറി കൃഷിക്കും എന്ന രീതിയിൽ കണക്കാക്കി നമ്മൾ അങ്ങനെ ഒരു പദ്ധതി കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള കിണറുകളിലെ വെള്ളം വറ്റാതിരിക്കാനും ഈ പരിപാടി കൊണ്ട് നമുക്കത് സാധിക്കും. അപ്പൊ അങ്ങനെ കാർഷിക മേഖലയ്ക്കുള്ള ഫണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്നതും ത്രിതല പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ച് ചെയ്യുന്നതും ഒപ്പം തന്നെ മറ്റു സ്രോതസ്സുകൾ കൂടി കിട്ടുന്നതും എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10 കോടിയേക്കാൾ രൂപയാണ് നമ്മൾ കാർഷിക മേഖലക്കായിട്ട് പല രീതിയിലായി ചെലവഴിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ വലിയൊരു, തീർച്ചയായും പ്രത്യേകിച്ച് ഒരു തരിശുരഹിത പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ പഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഗ്രാമീണ ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു പ്രദേശമാണല്ലോ, ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമാണ്. ഇതിനെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള പല സംഭവങ്ങളും ഇവിടെ ഉള്ളതാണ്. കുടക്കല്ലുകള്, നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള കുടക്കല്ലുകള്, പണ്ടുകാലത്ത് ശവക്കല്ലുകളായി സൂക്ഷിച്ചിരുന്ന രീതിയിലുണ്ടായിരുന്ന കുടക്കല്ലുകൾ, അതുപോലെ തന്നെ ഗുഹകള്,
നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയ റോമൻ നാണയങ്ങളാണ് ഇപ്പൊ മ്യൂസിയത്തിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തു വകുപ്പിന്റെ കയ്യിൽ കിടക്കുന്ന പല സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ വിശാലമായ പാടശേഖരം, ഒരു 100 വർഷത്തിന് മുന്നേ ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള ഉരുക്കുപാലം, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ തനതായ രീതിയിലുള്ള ചെണ്ട നിർമ്മാണം, പെരുങ്കൊല്ലന്മാര് അവരിവിടെ താമസിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അങ്ങനെ പല രീതിയിലുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ രീതിയിലുള്ള പല പദ്ധതികളും പഞ്ചായത്തിൽ നമുക്ക് ആവിഷ്കരിക്കാൻ ആർട്ടിയും വിഷുവുമായി ജോയിൻ ചെയ്തിട്ടുള്ള പരിപാടികൾ പഞ്ചായത്ത് ആവിഷ്കരിച്ചു വരുന്നുണ്ട്. റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ വുമൺസ് ഫ്രണ്ട്ലി ടൂറിസത്തിൽ പഞ്ചായത്തിനും UN നടത്തിയ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പഞ്ചായത്തിന് സാധിച്ചു. മൂന്നാർ വെച്ച് ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ നമ്മുടെ നാട്ടില് പാരിസ്ഥിതിക സ്ഥിതികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്നും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാതെ ഉള്ളതിനെ നിലനിർത്തിക്കൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും ഇവിടെ തനതായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും ഉള്ള ഒരുപാട് പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മല്ലക്കുഴിയും മല്ലങ്കാവും എന്ന് പറഞ്ഞ ആ സ്ഥലവും പ്രദേശമല്ല, വളരെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ്. ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഗ്രാമീണ ടൂറിസം എന്ന ഒരു പരിപാടി കൂടി കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ആവിഷ്കരിച്ചു വരുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് മാലിന്യ സംസ്കരണ രംഗത്ത് പ്രത്യേകിച്ചും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പഞ്ചായത്തിനായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്രത്തോളം ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്, MCFകളും ബയോബിന്നുകളും എല്ലാം തന്നെ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകളാണ് ഉള്ളത്. മാലിന്യമുക്ത നവകേരളം എന്ന ആ വലിയൊരു ക്യാമ്പയിൻ ഭാഗമായി ചെല്ലുമ്പോൾ തുടക്കം തന്നെ 0 ആയിരുന്നു നമ്മുടെ പെർസെന്റേജ്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു വലിയൊരു ക്യാമ്പയിൻ സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം എന്ന ആ ക്യാമ്പയിനോടൊപ്പം ചേർന്നുകൊണ്ട് ജനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് 18 വാർഡുകളിൽ നമ്മൾ ഹരിതകർമ്മസേന അംഗങ്ങളെ സംഘടിപ്പിച്ചു. 36 ഹരിതകർമ്മസേന അംഗങ്ങൾ ഇപ്പോൾ പഞ്ചായത്തിലുണ്ട്. ഓരോ വാർഡുകളിലും 2 മിനി MCFകൾ നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ 3 താൽക്കാലിക MCFകൾ ഉണ്ട്. ഒരു മെയിൻ MCFന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അവർക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള സൗകര്യത്തിനുള്ള വണ്ടി സൗകര്യം കൂടി നമ്മൾ ഏർപ്പെടുത്തിക്കൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിക്കുന്നതിൽ ഒരു 100% എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഹരിതമിത്ര മാപ്പ് എല്ലാ വീടുകളിലും കൊടുത്ത് ആ ഒരു സർവീസ് നമുക്ക് 100% തന്നെ ആക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് അജൈവ മാലിന്യം സംസ്കരിക്കുന്നത് അതിനുള്ള പരിപാടികളും. അജൈവ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ബയോബിന്നുകൾ നമുക്ക് പഞ്ചായത്തുകളിൽ ഒരുപാടെണ്ണം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബൊക്കാഷി ബക്കറ്റൊക്കെ നമ്മൾ കൊടുക്കുന്നതോടുകൂടി ബയോബിന്നൊക്കെ കൊടുക്കുന്നതോടുകൂടി മാലിന്യ സംസ്കരണത്തിനോടൊപ്പം തന്നെ കൃഷിക്കായിട്ടുള്ള വളം കൂടി ഉണ്ടാക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ ജൈവ വളം കൂടി ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ബൊക്കാഷി ബക്കറ്റായാലും ബയോബിന്നായാലും നമ്മൾ കൊടുക്കുന്നത്. ഒപ്പം തന്നെ 100 ബോട്ടിൽ ബൂത്ത് നമുക്ക് പാതയോരങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ പ്ലാസ്റ്റിക് അവിടെ ഇവിടെയൊന്നും വലിച്ചെറിയാതിരിക്കാൻ വേണ്ടി 100 ബോട്ടിൽ ബൂത്ത് നമ്മൾ പാതയോരങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് ഇടാനുള്ള മറ്റു സൗകര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മാലിന്യമുക്ത നവകേരളം എന്നുള്ള ക്യാമ്പയിൻ പൊതുജനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ സ്കൂളുകളെയും ചേർത്തുകൊണ്ട് ഹരിതസഭകൾ വിളിച്ചു ചേർത്തുകൊണ്ട് അങ്ങനെ എല്ലാ മേഖലയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ബോധവൽക്കരണം കൂടി നടത്തിക്കൊണ്ട് മാലിന്യ സംസ്കരണം എന്ന ആ ഒരു ക്യാമ്പയിൻ എത്തിക്കാൻ നമുക്ക് സാധിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തും മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കടങ്ങോട് ഗ്രാമപഞ്ചായത്തും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങും കൂടി നമ്മുടെ ഇവിടെ കഴിഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്തും അതേപോലെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അംഗനവാടികൾ കേന്ദ്രീകരിച്ച് തന്നെ കുട്ടികൾക്കായാലും പഠന സഹായ ഉപകരണങ്ങളെല്ലാം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണല്ലോ നടപ്പിലാക്കി വരുന്നത്, അല്ലേ? വിദ്യാഭ്യാസ രംഗത്ത് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള 2 LP സ്കൂളുകളും പഞ്ചായത്ത് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൊണ്ട് സമ്പുഷ്ടമാണ്. 2 എഞ്ചിനീയറിംഗ് കോളേജും 10-15 സ്കൂളുകളും ഹൈസ്കൂളും LP UP ഹയർ സെക്കൻഡറി അങ്ങനെ ഒരുപാട് സ്കൂളുകളെ കൊണ്ട് സമ്പന്നമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ നമുക്ക് ഇവിടെ നടത്താൻ സാധിക്കാറുണ്ട്. 2 LP സ്കൂളാണ് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്നത്. ഒപ്പം തന്നെ 30 അങ്കണവാടികൾ നമുക്കുണ്ട്. 30 അങ്കണവാടികൾക്കും സ്വന്തമായ സ്ഥലം ആയി കെട്ടിടപ്പണികളും അങ്കണവാടികളെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു അങ്കണവാടിയുടെ കെട്ടിടമാണ് താൽക്കാലികമായിട്ട് ഇല്ലാത്തത്, അതും പൂർത്തീകരിച്ച് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ചൊവ്വന്നൂർ ബ്ലോക്കിലുള്ള സ്മാർട്ട് അങ്കണവാടി കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലാണ് ഉള്ളത്. അതുപോലെ തന്നെ മാതൃക അങ്കണവാടിയും കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലാണ് ഉള്ളത്. ഒപ്പം തന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ പോഷാഹാരവും അവർക്കുള്ള പാത്രങ്ങളായാലും അവർക്കുള്ള കളിക്കാനുള്ള ഉപകരണങ്ങളായാലും എല്ലാം കൊണ്ടും ആവശ്യമുള്ള എല്ലാ സാധനവും കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ആവശ്യമായ ഡിജിറ്റൽ ക്ലാസ് റൂമുകളാക്കാൻ നമുക്ക് സാധിച്ചു. പ്രൊജക്ടറുകൾ കൊടുത്തുകൊണ്ട് സ്കൂളുകളിലെ ഇപ്പോഴുള്ള ഹൈടെക് നിലവാരത്തിലുള്ള പഠനം നമ്മുടെ കുട്ടികൾക്ക് കൂടി കിട്ടണം എന്നുള്ള ബോധ്യത്തിൽ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അവർ ആവശ്യപ്പെടുന്നത് എന്താണോ അതെല്ലാം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്.
കുട്ടികൾക്കുള്ള മേശ കസേര ആയാലും മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണെങ്കിലും അതെല്ലാം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണവും മറ്റെല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ LP സ്കൂളിൽ 2 സ്കൂളുകളാണുള്ളത്. ഏകദേശം 550ഓളം കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പദ്ധതി വെച്ച് അത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് ഇനി കരുതിയിരിക്കുന്നത്? ഭാവിയിലേക്ക് നമുക്ക് ഇനിയും ചെയ്ത പദ്ധതികൾ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഒപ്പം തന്നെ ഇപ്പൊ കുടിവെള്ളമായാലും നമുക്ക് ഏകദേശം 80ഓളം കുടിവെള്ള പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ആ കുടിവെള്ള പദ്ധതികളെല്ലാം ലൈവായി നിൽക്കുന്ന കുടിവെള്ള പദ്ധതികളാണ്. നല്ല വേനൽക്കാലം വരുമ്പോൾ ഈ ചൊവ്വന്നൂർ ബ്ലോക്കിന്റെ കീഴിലുള്ള പഞ്ചായത്തുകളിൽ കാണുന്ന ഒരു പ്രതിഭാസമായ നല്ല വേനൽ സമയത്ത് ഉള്ള കുടിവെള്ള കിണറുകളിലത്തെ വെള്ളം വറ്റി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടി ആ സമയത്ത് കുടിവെള്ളത്തിന് നമുക്ക് വെള്ളം ടാങ്കർ ലോറികൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ പാതയോരങ്ങളിലുള്ള സംസ്ഥാന പാതയോരത്ത് നമ്മളൊരു കുടിവെള്ള ATM സ്ഥാപിച്ചിട്ടുണ്ട്. 1 രൂപയ്ക്ക് 1 ലിറ്റർ തണുത്ത വെള്ളവും 5 രൂപയ്ക്ക് 5 ലിറ്റർ സാധാരണ വെള്ളം കിട്ടുന്ന ഒരു ATM നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ കുടിവെള്ളം തീരെ ഇല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നമുണ്ടാവുന്ന സമയങ്ങളിൽ നമ്മൾ അവർക്ക് ടാങ്കർ ലോഡിൽ വെള്ളം അടിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ കുടിവെള്ള പദ്ധതികൾ നമ്മൾ കുടിവെള്ളത്തിനുള്ള പ്രശ്നങ്ങൾ നമ്മൾ അങ്ങനെ നിർത്തി പോകാറുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ റോഡുകളുടെ വലിയൊരു മുന്നേറ്റം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഏകദേശം ഒരു 58 കോടിയുടെ ഒക്കെ അടുത്തുള്ള ഒരു റോഡാണ്. നമ്മുടെ പഞ്ചായത്തിൽ കൂടിയാണ് കൂടുതൽ കടന്നു പോകുന്നത്. നമ്മുടെ MLA AC മൊയ്തീന്റെ വലിയൊരു ശ്രമഫലമായി തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് BMBC നിലവാരത്തിലുള്ള റോഡുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ നാട്ടിടവഴികളായാലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചെറിയ റോഡുകളാണെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ജലജീവ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ റോഡുകൾക്ക് ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിയെടുക്കാനുള്ള വലിയൊരു ശ്രമത്തിന്റെ ഫലമായി അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് പഞ്ചായത്തിന്റെ എടുത്തു പറയാവുന്ന ഒരു നേട്ടമാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം. കാരണം ഒരു 25-30 കിലോമീറ്ററോളം സ്ഥലമാണ് സ്ട്രീറ്റ് മെയിൻ വലിച്ച് നമ്മൾ ബൾബ് ഇടാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോ പഞ്ചായത്ത് ഉണ്ടായതിൽ പിന്നെ ലൈറ്റ് എത്താതിരുന്ന സ്ഥലങ്ങളിൽ കൂടി 25 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 70 ലക്ഷത്തിൽ കൂടുതൽ രൂപ ആ ഭാഗത്തേക്ക് മാത്രമായി നമ്മൾ ചെലവഴിക്കേണ്ടി വന്നു. എന്നിരുന്നാലും വെള്ളവും വെളിച്ചവും നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണെന്നുള്ള ബോധത്തിൽ കൂടി തന്നെ നമുക്ക് അവിടെയൊക്കെ സ്ട്രീറ്റ് മെയിൻ വലിച്ച് ബൾബിടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മിനിമാസ്റ്റ് ലൈറ്റുകൾ നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി മീന. ഇന്ത്യ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.